ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മാത്സ് ലൈറ്റ്. നമ്മൾ ചാപ്റ്റർ 1 ഇൻഡിജേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇൻഡിജേഴ്സിൽ എക്സസൈസ് 1.1 ആണ് ഇനി നോക്കാൻ പോകുന്നത്. റൈറ്റ് ഡൗൺ എ പെയർ ഓഫ് ഇൻഡിജേഴ്സ് ഹു സം ഇസ് -7. സം -7 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ സം -7 കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ എഴുതാമല്ലോ, -5 പ്ലസ് -2 ആൻസർ എന്ത് വരും? -7. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ -12 പ്ലസ് 5 ആൻസർ എന്ത് തന്നെയാണ്? -7. ഓക്കെ, എപ്പോഴും ക്വസ്റ്റ്യൻ എഴുതുമ്പം അതിൻ്റെ കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടെങ്കിൽ അതും എഴുതാൻ. ഓക്കെ, ഡിഫറൻസസ് -10 എന്നുള്ളതാണെങ്കിൽ എന്താണ്? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -10 കിട്ടണം. 10 -20 ആൻസർ എന്താണ്? -10. അല്ലെങ്കിൽ 5 -15 ആൻസർ എന്ത് വരും? -10. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -10. ഇനി അടുത്തത് സം 0 കിട്ടണം. സം 0 കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പറും അതിൻ്റെ ഓപ്പോസിറ്റൂടെ ആഡ് ചെയ്താൽ എന്താ? നമുക്ക് സം 0 കിട്ടും അല്ലേ. അല്ലെങ്കിൽ 14 പ്ലസ് -14 എന്താണ്? നമുക്ക് 0 ആണ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2, റൈറ്റ് എ പെയർ ഓഫ് ഇൻഡിജേഴ്സ് ഹൂസ് ഡിഫറൻസ് ഗീവ്സ് 8. ഓക്കെ, ഡിഫറൻസ് നമുക്ക് 8 ആയിട്ട് കിട്ടണം. ആൻസർ എങ്ങനെ എഴുതാം? ഡിഫറൻസ് 8 വരണം എന്നുണ്ടെങ്കിൽ -5 മൈനസ് ഓഫ് -12 ആൻസർ എന്താണ്? -5 മൈനസ് ഓഫ് -12 എന്താ? +12 ആണ്. സോറി, 13 ആണ്. +13 ആൻസർ എന്ത് വരും? 8 എന്ന് വരും. ഓക്കെ ആണോ? ഇനി അടുത്തത് റൈറ്റ് എ നെഗറ്റീവ് ഇൻഡിജർ ആൻഡ് എ പോസിറ്റീവ് ഇൻഡിജർ ഹൂ സം ഇസ് -5. ഓക്കെ, സമ്മ് -5 കിട്ടുന്ന രീതിയിൽ വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? സമ്മാണ് നമുക്ക് -5 കിട്ടണ്ടേ അല്ലേ. അപ്പോൾ നമുക്ക് -12 പ്ലസ് 7 എന്ന് എഴുതാമല്ലോ. ഒരു നെഗറ്റീവ് ഇൻഡിജറുമായി പോസിറ്റീവ് ഇൻഡിജറുമായി രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? -5. ഇതുപോലെ വേറെ നമ്പേഴ്സ് കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി റൈറ്റ് എ നെഗറ്റീവ് ഇൻഡിജർ ആൻഡ് എ പോസിറ്റീവ് ഇൻഡിജർ ഹൂസ് ഡിഫറൻസ് ഇസ് -3. അപ്പോൾ ഡിഫറൻസ് നമുക്ക് -3 എന്ന് കിട്ടണം. രണ്ട് നെഗറ്റീവിൻ്റെയും പോസിറ്റീവിൻ്റെയും ഡിഫറൻസ് നമുക്ക് -3 എന്ന് കിട്ടണം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? -1 -2. ഇവിടെ നോക്കിയേ, ഡിഫറൻസ് ആണ്, ഇത് +2 ആണ് അല്ലേ, ഇത് നെഗറ്റീവ് ആണ്. അപ്പം -1 -2 രണ്ടും കാണുന്ന എന്താ? നിങ്ങൾ സെയിം സൈൻ തന്നെ, മൈനസ് തന്നെ കാണുന്നത്. സെയിം സൈൻ ആഡ് ആൻഡ് പുട്ട് ദ സെയിം സൈൻ എന്നുള്ള റൂൾ എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എന്ത് കിട്ടും? -3 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് വരുന്നത്, ഇൻ എ ക്വിസ് ടീം എ സ്കോർഡ് -40 10-0, ടീം ബി സ്കോർഡ് 10-0 -40. ഇനി ഇവിടെ നോക്കേണ്ടത് എന്താണ്? നമുക്ക് രണ്ട് ടീമിൻ്റെയും സ്കോർ അറിയാം, ടീം എയുടെയും ടീം ബിയുടെയും സ്കോർ. വിച്ച് ടീം സ്കോർഡ് മോർ? ഏത് ടീമാണ് സ്കോർ ചെയ്തത്, ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത്? ക്യാൻ വി സേ ദാറ്റ് വി ക്യാൻ ആഡ് ഇൻഡിജേഴ്സ് ഇൻ എനി ഓർഡർ? അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് വരുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾ ചെയ്യേണ്ട എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ഗിവൺ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? സ്കോർസ് ഓഫ് ടീം എ തന്നിട്ടുണ്ട്. എത്രയാണ്? -40 10 0. പിന്നെ തന്നിട്ടുള്ളത് എന്താണ്? സ്കോർസ് ഓഫ് ടീം ബി. ടീം ബിയുടെ സ്കോർ എത്രയാണ്? 10 0 -40. അപ്പോൾ 3 മാച്ചിലായിട്ട് അല്ലെങ്കിൽ 3 ടൂർണമെൻറ്റിൽ ടീം എക്കും ടീം ബിക്കും കിട്ടിയ, ഇപ്പോൾ ടീം എ -40 സ്കോർ ചെയ്തപ്പോൾ ടീം ബി സ്കോർ ചെയ്താണ് 10. അതാണ് ഇങ്ങനെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? ഏത് ടീമാണ് കൂടുതൽ സ്കോർ ചെയ്തത്? അപ്പോൾ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? സം ഓഫ് സ്കോർസ് ഓഫ് ടീം എ. ടീം എയുടെ സ്കോറിൻ്റെ സം എത്രയാണ്? -40 + 10 + 0. ഇവിടെ നോക്കിയേ, -14 10 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ? ഡിഫറൻറ്റ് സൈൻ, സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ബിഗർ നമ്പർ. -30 + 0 -30 തന്നെയാണ് അല്ലേ. നെക്സ്റ്റ് എന്താ അറിയാം? സം ഓഫ് സ്കോർസ് ഓഫ് ടീം ബി. ടീം ബിയുടെ സ്കോർ എത്രയാണ്? 10 + 0 + -40. ആൻസർ വീണ്ടും എന്താണ്? 10 + 0 10, 10 + -40 -30. ഇനി എന്താ? therefore both
teams scored same. ഓക്കെ, അതല്ലേ നമ്മുടെ കൺക്ലൂഷൻ. പിന്നെന്താ ലാസ്റ്റ് ക്വസ്റ്റൻ എന്താ? ക്യാൻ വി സേ ദാറ്റ് വി ക്യാൻ ആഡ് ഇൻഡിജേഴ്സ് ഇൻ എനി ഓർഡർ? അപ്പോൾ എന്താണ്? യെസ് വി ക്യാൻ ആഡ്. യെസ് വി ക്യാൻ ആഡ് ഇൻ എനി ഓർഡർ. ഇൻ എനി ഓർഡർ. ക്ലിയർ ആണോ? അപ്പോൾ ആൻസർ എഴുതുമ്പോൾ എപ്പോഴും ക്വസ്റ്റനിൽ വേർഡ് പ്രോബ്ലംസ് ഒക്കെ ആകുമ്പോൾ വായിക്കുക, അതിൽ തന്നിരിക്കുന്ന എന്താണെന്ന് എടുത്തെഴുതുക, എന്താണ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സം ചെയ്യാണ് അല്ലേ, സ്ക്വയർസ് സം ചെയ്യാണ്. പിന്നെ ഫൈനൽ ആൻസർ എന്താണെന്നുള്ളതൂടെ എടുത്തെഴുതുക. നെക്സ്റ്റ് വരുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ കുറച്ച് പ്രോപ്പർട്ടീസ് കൂടെ നമ്മൾ ഓർത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ -5 + -8 = -8 + ഡാഷ്. അറിയാം, ചേഞ്ച് ചെയ്തു ഓർഡർ എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ -5 വരും. ഏത് പ്രോപ്പർട്ടിയാണ്? ഓർഡർ ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ അതേതാണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ് അല്ലേ, കമ്മ്യൂട്ടേറ്റീവ്. -53 + ഡാഷ് = -53. -53യുടെ കൂടെ ഏത് ആഡ് ചെയ്യുമ്പോഴാണ് -53 തന്നെ കിട്ടുന്നത്? സെയിം നമ്പർ കിട്ടണമെങ്കിൽ 0 ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ പ്രോപ്പർട്ടിയും കൂടെ ഓർക്കാം, ഏതാണ്? അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ് നമ്മൾ ചെയ്തത്. 17 + ഡാഷ് = 0. 17ൻ്റെ കൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് 0 കിട്ടുന്നത്. ഇതേതാണ് ശരിക്കും? ഏത് പ്രോപ്പർട്ടിയാണ്? അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് അല്ലേ, അഡിറ്റീവ് ഇൻവേഴ്സ്. ഇനി ബ്രാക്കറ്റ് പിന്നെ ഒരു നമ്പറൂടെ, 3 നമ്പർ കണ്ടു, ബ്രാക്കറ്റ് ഇങ്ങനെ മാറി വന്നിട്ടുണ്ടെങ്കിൽ അതേതായിരിക്കും? അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ് അല്ലേ. 13 + -12 + ഡാഷ് = 13 + -12 + -7. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? -7. പ്രോപ്പർട്ടിയും കൂടെ ഓർക്കാം, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. -4 + 15 + -3. ഇവിടെ ബ്രാക്കറ്റ് വന്നു, -4 + 15 ബ്രാക്കറ്റിൽ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? -3. വീണ്ടും എന്ത് തന്നെയാണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.